യൂട്യൂബ് ചാനൽ ഷിഹാന അമീൻ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മളൊരു കല്യാണത്തിന് പോണ വ്ളോഗ് കേട്ടോ. ഒറ്റപ്പാലം ടു കോയമ്പത്തൂർ ഒരു കല്യാണമാണ്. അമ്മായിയുടെ പേരക്കുട്ടിയുടെ കല്യാണം കേട്ടോ. നമ്മളിങ്ങനെ പോയി എല്ലാവരും പാടെ ഫാമിലി ആയിട്ട് എല്ലാവരും പാടെ പോവാമെന്ന് കരുതി. ഇതിപ്പോൾ അളിയൻ്റെ ഷോപ്പായിട്ട് തന്നെ അപ്പോൾ കാട്ടിയ താത്ത അവിടെ നിന്ന് കയറാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പാടെ ട്രാവൽ ചെയ്ത് പോവുകയാണ്. ഇപ്പം ഞങ്ങൾ വാളയാർ എത്തി കേട്ടോ. വാളയാർ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ചിട്ട് ഒരുപാട് കാലമായി ഇപ്പോൾ ഒന്നിച്ച് യാത്ര ചെയ്തിട്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ട് കോയമ്പത്തൂർ അങ്ങനത്തെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ ഇങ്ങനെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അമ്മയുടെ പേരക്കുട്ടിയാണ് കേട്ടോ. ഇതാണ് ബ്രൈഡ്, റീമ എന്ന പേരിട്ട പാലക്കാട്ടേക്ക് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഇവിടെ നല്ല മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. മട്ടൻ ബിരിയാണിയും ചിക്കൻ റോസ്റ്റും. പക്ഷേ ഞങ്ങൾക്ക് മട്ടൻ ബിരിയാണി ഇഷ്ടമല്ല. ഉപ്പാക്കൊക്കെ നല്ല മട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. ഉപ്പാക്കൊക്കെ ഇഷ്ടമാണ്, ഞങ്ങൾക്ക് മട്ടൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. അപ്പം ഞങ്ങളെല്ലാവരും നല്ല സദ്യ ഉണ്ടായിരുന്നു, നല്ല സദ്യയായിരുന്നു കേട്ടോ. സദ്യ കഴിക്കാൻ വേണ്ടി പോയി. പിന്നെ പറയാനുള്ളത് അവിടുത്തെ ചേച്ചിമാർ, കാറ്ററിംഗ് ചേച്ചിമാരൊക്കെ വളരെ നല്ല സ്വഭാവമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ച് വന്നപ്പോൾ ബ്രൈഡിൻ്റെ എൻട്രിയാണ് കേട്ടോ. ബ്രൈഡിനെ സ്റ്റേജിന്മേൽക്ക് കൊണ്ടുപോവാണ്. ബ്രൈഡിൻ്റെ എൻട്രി ടൈമാണ്. എല്ലാവരും പാടെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഗ്രൂം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കിയിട്ടുണ്ടായിരുന്നു. ഈ കോയമ്പത്തൂർ സ്റ്റൈൽ കല്യാണമൊക്കെ കാണാനൊരു രസമാട്ടാ. ഇതിൻ്റെ രണ്ടാമത്തെ അമ്മയുടെ മക്കളാട്ടെ. എനിക്ക് 8 അമ്മായിമാരാണ്. ആദ്യത്തെ രണ്ടാമത്തെ അമ്മയുടെ മക്കളാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ എനിക്ക് യൂട്യൂബിന് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യാട്ടാ. അപ്പോൾ എൻ്റെ മൂത്താപ്പയാണ് ഐസ്ക്രീമൊക്കെ ഊരി കൊടുക്കുന്നത്. ഞങ്ങൾ അമീപ്പാന്ന് വിളിക്കുക. അമീപ്പ എല്ലാവർക്കും ഐസ്ക്രീം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമീപ്പാക്ക് ശ്രുതികാക്ക് തിരിച്ചും ഐസ്ക്രീം കൊടുക്കണം കേട്ടോ. അമ്മാവനൊന്ന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു ഐസ്ക്രീം വാങ്ങിയിട്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ കയറിയിരുന്നു കേട്ടോ. അപ്പോഴാണ് ബ്രൈഡ് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ താത്തയൊക്കെ വിഷമിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇതെൻ്റെ അമ്മയുടെ മോളാണ്. അമ്മയുടെ വീട് പാലക്കാടാണ്. പക്ഷേ താത്താനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് കോയമ്പത്തൂർക്കാണ്. അങ്ങനെ പോവാൻ നിൽക്കുകയാണ് വിഷമിച്ചിട്ട്. അപ്പം ഞാൻ ഒരു പോഷൻ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. പിന്നെ എനിക്ക് കല്യാണത്തിന് പോയി നല്ല പാട്ടും ബഹളമൊക്കെ വെച്ചിട്ട് എൻ്റെ സൗണ്ടും പോയേക്കണം കേട്ടോ ചെറുതായിട്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. പോകുന്ന വഴിക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് കോയമ്പത്തൂർ പോകണം. അപ്പോൾ ഞാൻ ഓരോ പ്ലേസൊക്കെ കാണുമ്പോൾ വെറുതെ അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. ഇതിൻ്റെ രണ്ടാമത്തെ താത്താൻ്റെ മൂത്ത മോനാണ് കേട്ടോ, ഫൈസ് മോൻ. ഇവനാണ് ഞങ്ങളുടെ വീട്ടിലത്തെ ഫസ്റ്റ് കുട്ടിയാണ് കേട്ടോ, പേരക്കുട്ടി. ഇതവളുടെ മോളാണ് ഫിൽസ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി. ഇനി പിറ്റേ ദിവസമാണ് കേട്ടോ. അത് പിറ്റേ ദിവസം പാലക്കാട്ടത്തെ കല്യാണമാണ്. ചെക്കൻ്റെ വീട്ടിലത്തെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ കാറിൽ തന്നെ പോവുകയാണ്. മുണ്ടൂരിക്കാണല്ലോ. അപ്പം ഞങ്ങളുടെ അവിടെ നിന്ന് ഏകദേശം അടുത്താണ്. അപ്പോൾ ആമിക്കുട്ടനൊക്കെ കാറിൽ കയറി നിൽക്കാട്ടോ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടത്തുകയാണ് പോകാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഞാൻ പോകുമ്പോൾ എനിക്ക് നല്ല ഭംഗിയുള്ള ഒരു പ്ലേസ് ഇട്ടിട്ട് ഞാൻ കാണാൻ നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. മുണ്ടൂർ ആ ഭാഗത്താണ് തോന്നുന്നു കേട്ടോ, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ചെക്കൻ്റെ വീട് മുണ്ടൂരാണേ. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ ജ്യൂസൊക്കെ കുടിച്ച് ദാമിക്കുട്ടനും ചിഞ്ചു കേട്ടോ. അതിൻ്റെ മൂത്ത താത്താൻ്റെ രണ്ടാമത്തെ മോനാണ്. ഓരോ നല്ല കുട്ടികളായിട്ട് കയറി പോവുകയാണ്. ഇത് ഫിൽസ മോൾ, അവൾ വന്നേക്കാണ് കേട്ടോ. താത്തി അളിയനും പിന്നെ അവർ പത്തിരിപ്പാലിൽ നിന്ന് അവരൊപ്പം വരിക ചെയ്തത്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. നല്ല ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ മന്തി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ബീഫും മട്ടനൊന്നും ഇഷ്ടമല്ല. ഞങ്ങൾ ഓൺലി ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ. അപ്പം ഞാൻ മന്തി എടുത്തിട്ടാ. അങ്ങനെ ഫുഡ് കഴിച്ച് താത്ത പോവുകയാണ് കേട്ടോ. താത്തിയള്ളിനും പോവുക, തിരിച്ച് പോവുകയാണ്. തിരിച്ച് പോകണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെ പുറകെ ഞങ്ങളും പോകുന്നുണ്ട്. ഞങ്ങൾ കവയിലേക്ക് പോവാട്ടാ. ഇതിൻ്റെ എളാപ്പയും അമ്മയുടെ മോനാണ് കേട്ടോ. എളാപ്പാൻ അമ്മയുടെ മോൻ ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. ഞങ്ങളുടെ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അമ്മാവനും മക്കളും ഏകദേശം ഒരേ പ്രായക്കാരാണ്. അതൊക്കെ എൻ്റെ അമ്മയുടെ പേരക്കുട്ടികളാണ് കേട്ടോ. അതൊക്കെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നത്. അങ്ങനെ അമ്മിക്കുട്ടൻ കാറിലൊക്കെ കയറി നിന്ന് ഞങ്ങൾ കവയിലേക്ക് ഇങ്ങനെ പോകാനിങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഒരുപാട് വട്ടം കവയിലേക്ക് പോയിട്ടുണ്ട്. കാരണം അമ്മായിമാരുടെ വീടൊക്കെ പാലക്കാടാണല്ലോ. അപ്പോൾ അവരുടെ വീട്ടിലത്തെ ഫംഗ്ഷന് വന്നു കഴിഞ്ഞാൽ അധികം ഞങ്ങൾ പാലക്കാട് മലമ്പുഴ കവ ഒക്കെ പോവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ മലമ്പുഴയുടെ ബാക്ക് സൈഡാണ് കേട്ടോ.
അപ്പോൾ ഞങ്ങളവിടെ എത്തി. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അവർക്ക് ഇങ്ങോട്ട് വരാൻ നല്ല ഇഷ്ടമാണ്. അമ്മയൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, കവയിലെത്തി കേട്ടോ. അപ്പോൾ അമ്മിക്കുട്ടനെ ഫൈസുമാണ് കൈയൊക്കെ പിടിച്ചിട്ട് ഫൈസു നല്ല കുട്ടിയാട്ടോ. അമ്മീനെ നല്ല കെയർ ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ അവരൊക്കെ ഡാമിലേക്ക് കല്ലെടുത്തെറിയുക കേട്ടോ. ദൂരത്തൊക്കെ പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ കല്ലെടുത്തെറിയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോരുക കേട്ടോ. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു, തിരിച്ച് പോരുകയാണ് ഞങ്ങൾ. അപ്പോൾ അന്ന് സൺഡേ ആയതുകൊണ്ട് കുറേ നല്ല നല്ല റഷായിരുന്നു കേട്ടോ. റോഡിൽ നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് ചെറുതായിട്ട് സൗണ്ടൊന്നുമില്ല കേട്ടോ, അതാണ് എൻ്റെ ശബ്ദമൊക്കെ ഒരു ജാതി. അങ്ങനെ ഞങ്ങൾ മെല്ലെ ഇങ്ങനെ പോന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വഴിയിൽ മാങ്ങയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ മാങ്ങയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പോൾ ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ കുറച്ച് സ്നാക്സ് ഐറ്റംസൊക്കെ മേടിച്ച് ഞങ്ങളിങ്ങനെ കാർന്ന് കഴിച്ചുകൊണ്ടേ പോവാൻ. ഇതാണ് കേട്ടോ ബ്രൈഡും ഗ്രൂമും പിറ്റേ ചെക്കൻ്റെ വീട്ടിലത്തെ ഔട്ട്ഫിറ്റാണിത്. എന്നാണ് ഗ്രൂമും ബ്രൈഡും കേട്ടോ. നല്ല മോളാണ് കേട്ടോ, നല്ല കുട്ടിയാണ്. അങ്ങനെ അപ്പം എൻ്റെ വീഡിയോ കഴിഞ്ഞു കേട്ടോ. എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.